ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. അപ്പോൾ മാധവാനുഭവം എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ഒരു മാസത്തിൽ മേടമാസത്തിന് ഒരു പ്രത്യേകത കൂടെയുണ്ട്. വൈശാഖ മാസം. എല്ലാ മാസങ്ങളെക്കാളും പുണ്യമായ മാസമാണ് വൈശാഖ മാസം എന്നത്. അത് എത്രത്തോളം പുണ്യമുള്ള മാസമാണ് എന്ന് നമുക്ക് നോക്കാം. വൈശാഖം തുടങ്ങുന്നത് ഏപ്രിൽ 18 മുതൽ മെയ് 16 വരെയാണ്. അതായത് മേടമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതലാണ് വൈശാഖ മാസം തുടങ്ങുന്നത്. അടുത്ത കറുത്ത വാവ് വരെയാണ് ഈ ഒരു മാസം നമ്മൾ ആചരിക്കേണ്ടത്. ഈ മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നോ, നമ്മൾ എന്ത് പുണ്യപ്രവൃത്തി ചെയ്യുന്നോ, അത് 100 ഇരട്ടി പുണ്യപ്രവൃത്തി ചെയ്യുന്നത് ഇതുകൊണ്ട് നമുക്ക് 100 ഇരട്ടി ഫലമാണ് ലഭിക്കുന്നത്. ഈ ഒരു മാസം ൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വിഷ്ണു ഭഗവാൻ പത്നി സമേതനായിട്ട് നമ്മളുടെ ഭൂമിയെ ചുറ്റാനിറങ്ങുന്ന മാസമാണ് വൈശാഖ മാസം. ഈ ഒരു നമ്മുടെ ഭഗവാൻ എഴുന്നള്ളുന്ന സമയം എന്ന് പറഞ്ഞാൽ പുലർച്ചെ 4 മണി. ആ ഒരു ബ്രഹ്മമുഹൂർത്ത സമയത്താണ് ഭഗവാൻ ഭൂമിയെ ചുറ്റിക്കാണാൻ എഴുന്നള്ളുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ രാവിലെ എണീറ്റ് കുളിച്ച് ശുദ്ധതയോടെ നാമം ജപിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ഇപ്പോൾ ജപിച്ചു കൊണ്ടിരിക്കുന്നതിനേക്കാൾ 100 ഇരട്ടി ഫലമാണ് ഈ ഒരു മാസത്തിൽ നമ്മൾ നാമജപിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത്. എല്ലാവരും കുളിച്ച് ശുദ്ധതയോടെ വേണം ചെയ്യാൻ. ഇപ്പോൾ നദികളിലും പുഴകളിലും ഒക്കെ കുളിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത്രയും പുണ്യമാണ്. കാരണം ഈ ഒരു സമയത്ത് നമ്മുടെ നദികളിലൊക്കെ ഉള്ള പുണ്യ നദികളുടെ സാന്നിധ്യം ഉണ്ടാവും ആ തീർത്ഥത്തിന്. അപ്പോൾ ഈ തീർത്ഥത്തിൽ കുളിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിലേറെ ഉത്തമമാണ്. ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് നമ്മൾ ജപിക്കുകയാണെങ്കിൽ കൂടുതൽ ഫലമാണ് നമുക്ക് കിട്ടുക. അപ്പോഴെല്ലാവർക്കും ക്ഷേത്രത്തിൽ പോകാനുള്ള സാഹചര്യം ഉണ്ടാവണമെന്നില്ല. പറ്റുന്ന ആളുകൾ ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ നാമം ജപിക്കുക. നമ്മുടെ ഇഷ്ടദേവൻ്റെ നാമമായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ വിഷ്ണു ഭഗവാനാണ് വരുന്നതെന്ന് കരുതി വിഷ്ണു ഭഗവാന്റെ മാത്രം നാമം ജപിക്കണം എന്നില്ല. നിങ്ങളിപ്പോൾ ശിവഭഗവാനെയാണ് നിങ്ങളുടെ ഇഷ്ടദൈവം എന്ന് വെച്ചാൽ ആ ഒരു ദേവൻ്റെ നാമം ചൊല്ലിയാൽ മതി. ഓം നമഃ ശിവായ ചെല്ലാം. പിന്നെ ഏത് നാമങ്ങളും നമുക്ക് ചെല്ലാം. നാരായണ ചെല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. എന്താണോ നിങ്ങൾക്കറിയാം, നിങ്ങൾ സ്ഥിരമായിട്ട് ചെല്ലുന്ന നാമം എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ചെല്ലാം. നമ്മൾ എത്രത്തോളം പ്രാർത്ഥിക്കുന്നുവോ അത്രത്തോളം പുണ്യമാണ് നമുക്ക് ലഭിക്കുക. നമ്മൾ പുണ്യപ്രവർത്തികൾ ചെയ്യുക. അതായത് ഒരാളെ നമ്മൾ സഹായിക്കുക, അർഹതപ്പെട്ടവരെ നമ്മൾ സഹായിക്കുക. ഈ ഒരു സഹായം ചെയ്യുന്നതിലൂടെ നമുക്ക് കൂടുതൽ പുണ്യം ആണ് നമുക്ക് ലഭിക്കുക. ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകതയാണത്. ഇപ്പോൾ ഒരാൾക്ക് ഒരു ഭക്ഷണം, അതായത് അന്നദാനം മഹാദാനം എന്നാണല്ലോ പറയുക. അപ്പോൾ ഈ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നമ്മൾ ഭക്ഷണം വാങ്ങി കൊടുക്കുകയാണെങ്കിൽ നമുക്കതിനുള്ള പുണ്യമാണ് ലഭിക്കുക. സാധാരണ മാസങ്ങളിലേക്കാളും കൂടുതലാണ് പുണ്യം ലഭിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ വിഷ്ണു ഭഗവാൻ ഭൂമിയിലേക്ക് വരുന്ന ആ ഒരു സമയമാണെന്ന് കരുതി അപ്പോൾ എന്നെ കണ്ടോട്ടെ, ഞാൻ 4 മണിക്ക് എണീറ്റ് കുളിച്ച് നാമം ജപിക്കട്ടെ, എനിക്ക് നല്ല അനുഗ്രഹം ലഭിച്ചോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ 4 മണിക്ക് എണീറ്റ് കുളിച്ച് ശുദ്ധതയോടുകൂടി ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാതെ ഭഗവാൻ കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് വെറുതെ ഇങ്ങനെ പ്രാർത്ഥിച്ചാലൊന്നും നമുക്ക് ഫലം ലഭിക്കില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഭഗവാനെ വിളിച്ച്, ഭഗവാനെ ആയാലും ദേവിയെ ആയാലും ആരെയായാലും വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആണ് നമുക്ക് ഫലം കിട്ടുക. അപ്പോൾ ഈ ഒരു മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഒരു എന്താ പറയുക, പുണ്യമുള്ളൊരു മാസമാണ്. നമ്മൾ ഈ മാസത്ത് എന്തൊക്കെ നമുക്ക് പുണ്യങ്ങൾ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു മാസത്തിൽ നമ്മളെ പിതൃക്കൾക്ക് പോലും നല്ലത് വരുന്നൊരു മാസമാണ്. അതായത് നമ്മളിപ്പോൾ മുന്നേ പറഞ്ഞപ്പോൾ നദികളിലും ഒക്കെ കുളിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഈ ഒരു സമയത്ത്, അതായത് സമുദ്രത്തിൽ പോലും നമുക്ക് കുളിക്കാം. ഒക്കെ ഈ സമയത്ത് പുണ്യ നദികളുടെ സാന്നിധ്യമുള്ള ഒരു ഇതാണ്. ജലാശയങ്ങളിലൊക്കെ പുണ്യ നദികളുടെ സാന്നിധ്യം ഉണ്ടാവും എന്നാണ് പറയുക.
അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പുഴകളിലൊക്കെ കുളിക്കുകയാണെങ്കിൽ ഈ പുഴയുടെ അതായത് പുഴയുടെ സമീപത്തൊക്കെ നമ്മളെ പിതൃക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ച് നമ്മൾ തീർത്തെടുത്തിട്ട് ഇങ്ങനെ തളിക്കുമ്പോൾ അത് അവർക്ക് കിട്ടുന്ന ഒരു പുണ്യമാണ്. അപ്പോൾ അവരെ കൂടി സന്തോഷമായിട്ട് അവരുടെ കൂടെ അനുഗ്രഹം നമുക്ക് കിട്ടും എന്നാണ് പറയുക. അപ്പോൾ അത്രയ്ക്ക് പുണ്യങ്ങളുള്ളൊരു മാസമാണ്. നിങ്ങളപ്പോൾ എല്ലാവരും ഈ ഒരു മാസം പ്രാർത്ഥിക്കുക. നമുക്ക് എന്തൊക്കെ വന്നാലും ഏത് നാമായാലും നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാണ് നമുക്ക് ഏറ്റവും വലിയ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യം. നമ്മളുടെ ലൈഫിൽ തന്നെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കാൻ പ്രാർത്ഥനയാണ്. ഈ ഒരു സമയത്താണ് നമ്മളുടെ അമ്പലങ്ങളിലൊക്കെ സപ്താഹമൊക്കെ നടക്കുക. അപ്പം ഈ ഒരു സപ്താഹം നമ്മൾ കേൾക്കുകയാണെങ്കിൽ അതും ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് നമ്മൾ സപ്താഹം കേൾക്കുക. ഈ ഒരു ഭാഗവത സപ്താഹം കേൾക്കുന്നതും നമുക്ക് പുണ്യം കിട്ടുന്നൊരു പ്രവൃത്തിയാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുക, നമ്മളെ നാമം ജപിക്കുക, സപ്താഹമുള്ള അമ്പലങ്ങളിൽ സപ്താഹം കേൾക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ചെയ്യേണ്ടതാണ്. പിന്നെ ഒരു പ്രത്യേകതയും കൂടി ഈ ഒരു മാസത്തിനുണ്ട്. അക്ഷയ തൃതീയ 19-ാം തീയതിയാണ് അക്ഷയ തൃതീയ വരുന്നത്. അക്ഷയ തൃതീയ എന്ന് പറഞ്ഞാൽ പുരാണങ്ങളിലൊക്കെ പറയുന്നത് ബലരാമൻ്റെയും അതായത് പരശുരാമൻ്റെയും ജയന്തിയാണ്. ഈ ഒരു സമയത്ത് അക്ഷയ തൃതീയ എന്ന് പറഞ്ഞാൽ ഒന്നും ക്ഷയിക്കുന്നില്ല. എന്ത് നമ്മൾ വാങ്ങുന്നോ അത് നമ്മളിലേക്ക് അന്ന് കൂടുതൽ 100 ഇരട്ടിയാണ് നമ്മളിലേക്ക് എത്തുക. അതായത് നമ്മളിപ്പോൾ സ്വർണം വാങ്ങുന്നവരുണ്ടാവും, അപ്പം അത് നമ്മളിലേക്ക് കൂടുതൽ എത്തുക. സ്വർണം, വെള്ളി, അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്ന പ്രവർത്തികളും കൂടി ഈ ഒരു അക്ഷയ തൃതീയ ദിവസത്തിൽ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മളെ അടുത്തേക്ക് വരികയാണ് ചെയ്യുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരിക്കലും പാപങ്ങൾ ചെയ്യാതിരിക്കണം. പാപങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പാപത്തിൻ്റെ ഫലം നമ്മളിലേക്ക് കൂടുതൽ എത്തുകയാണ് ചെയ്യുക. കൂടുതൽ പാപങ്ങളായിട്ട് നമ്മൾ പുണ്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ 100 ഇരട്ടിയാണ് ലഭിക്കുക എന്ന് പറഞ്ഞ പോലെ പാപങ്ങൾ ചെയ്യാതിരിക്കുക. പാപങ്ങൾ നമ്മൾ അറിയാതെ ചെയ്താൽ പോലും അതിൻ്റെ 100 ഇരട്ടി ഫലമാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അപ്പം നമ്മൾ എപ്പോഴും നാമം ജപിക്കുക. ഈ ഒരു കലിയുഗത്തിൽ നാമം ജപിക്കുന്നവർക്കാണ് ഏറ്റവും നല്ലത് വരിക എന്നും കൂടെ ഒരു ഇതുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യുക, നമ്മളെല്ലാവരും ഈ ഒരു വൈശാഖ മാസം, എൻ്റെ എല്ലാ സുഹൃത്തുക്കളും വൈശാഖ മാസം ആചരിച്ച് എല്ലാവരും നല്ല പുണ്യം ലഭിക്കട്ടെ, എല്ലാവർക്കും നല്ല പുണ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ജയ് ശ്രീ രാധേ രാധേ, ഹരേ കൃഷ്ണ.